വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വേഗം വരുന്നവനുമായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ നോമ്പിന്റെ 44 ദിവസം. രാജകീയമായ ജെറുസലേമിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ വരവ് ഹോശാനയ്ക്ക് ശേഷമുള്ള പീഡാനുഭവ ആഴ്ചയിലേക്കുള്ള പ്രവേശനം കൂടിയാകുന്നുവല്ലോ. ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകാം എന്നുള്ളതാണ്. അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22-15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാകുന്നുവല്ലോ. നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാകുന്നുവല്ലോ ഇത്. വാക്യം പരിശോധിക്കുന്ന സമയത്ത് യേശുവിനു നേരെ പരീശന്മാരും ഹെരോദ്യരും ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം വ്യക്തമാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്നുള്ളതായിരുന്നു ആ ചോദ്യം. മനുഷ്യ ജീവിതത്തിൽ നാം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ആരെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ചോദ്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും. ഓരോ ചോദ്യങ്ങളോടും നാം ശ്രദ്ധാപൂർവമേ പ്രതികരിക്കാവൂ എന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ യേശുക്രിസ്തു പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എപ്രകാരമാണ് എന്ന ഒരു ചിന്തയും നമ്മളുടെ ജീവിതത്തിൽ ഉടലെടുക്കണം. ഇവിടെ യേശുക്രിസ്തുവിനോട് ഉന്നയിക്കുന്ന ചോദ്യത്തിൽ മറഞ്ഞിരിക്കുന്ന അപകടത്തെ ക്രിസ്തു തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം ഉയരുവാനും താഴുവാനും ഇടയാകുന്ന ഏറ്റവും വലിയ ഘടകം എന്നത് നമ്മുടെ വിലയിരുത്തലിൻ്റെ ആഴമാണ്. നാം ഓരോരുത്തരും എപ്രകാരമാണ് വിലയിരുത്തുന്നത് ഓരോന്നിനെയും? നമ്മുടെ വിലയിരുത്തൽ ശരിയും ദീർഘവീക്ഷണവും നിറഞ്ഞതാണ് എങ്കിൽ നാം സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലാണ് എന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കും. മറിച്ച് നമ്മുടെ വിലയിരുത്തൽ തെറ്റിയും നമ്മുടെ ദീർഘവീക്ഷണം തെറ്റായ രീതിയിലുമാണെങ്കിൽ നാം സഞ്ചരിക്കുന്ന പാത അത് ശരിയായ ദിശയിലല്ല എന്നതാണ് മറ്റൊരു സത്യം. വായിച്ചു കേട്ട വേദഭാഗത്ത് യേശുക്രിസ്തു എത്ര ശ്രദ്ധയോടെയാണ് പരീശന്മാരുടെയും ഹെരോദ്യരുടെയും ചോദ്യത്തെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാക്യം 18 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. ഇപ്രകാരം വളരെ ശ്രദ്ധയോടെയാണ് യേശു തിരിച്ച് അതിന് മറുപടി ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആത്മീകവും ഭൗതികവുമായ കാര്യങ്ങൾക്കിടയിലും എപ്രകാരമാണ് കാര്യങ്ങളെ നിലനിർത്തണമെന്ന് യേശുക്രിസ്തു ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തെ തകർക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടതില്ല. ചോദ്യങ്ങൾക്ക് നേരെ ചില മറുചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ നമ്മെ എത്തിക്കുന്നത് വിജയവും നന്മയും സത്യവുമൊക്കെ നിറഞ്ഞ ഒരു പുതിയ വഴിയിലേക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുചോദ്യം ലഭിച്ചാൽ നിങ്ങളുടെ ആ ചോദ്യം നമ്മളെ എത്തിക്കുന്നത് വിജയവും നന്മയും സത്യവും നിറഞ്ഞ ഒരു പുതുവഴിയിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ നോമ്പിൻ്റെ 44-ാം ദിവസത്തിൽ എത്തിയിരിക്കുന്ന ഈ വേളയിൽ നാം സ്വയം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം കൂടിയാണ്. ചോദ്യങ്ങൾ ചോദിച്ച് മറുചോദ്യം ലഭിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പുതുവഴിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതിന് ഈ നോമ്പ് നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ.